എല്ലാവർക്കും നമസ്കാരം. ഇഗ്നൈറ്റ് ദ പാഷൻ ഈ സീരീസിലെ അടുത്ത വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത്. നമ്മൾ എപ്പോഴും കസ്റ്റമേഴ്സിനെ കാണുമ്പോൾ കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ക്വറിയാണ്, എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ വിശ്വാസ്യത അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി? എങ്ങനെ ഞാൻ വിശ്വസിച്ച് നിങ്ങളുടെ കമ്പനിയിൽ പണം നിക്ഷേപിക്കും? ക്രെഡിബിലിറ്റി പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കസ്റ്റമറോട് പറയാനുണ്ട്. ഒരു വീഡിയോയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലാത്തതുകൊണ്ട് 2-3 വീഡിയോസ് ആയിട്ടായിരിക്കും ഞാൻ ക്രെഡിബിലിറ്റിയെ പറ്റി സംസാരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് കസ്റ്റമറോട് പറയേണ്ടത്, കഴിഞ്ഞ 15 വർഷക്കാലമായി കേരളത്തിലും കർണാടകത്തിലും പ്രവർത്തിച്ചു വരുന്ന പ്രസൻസ് ഉള്ള ഒരു ഓർഗനൈസേഷനാണ് നമ്മളുടേത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഫൈനാൻഷ്യൽ ഇൻഡസ്ട്രിയിൽ തന്നെ എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളാണ് ഇതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അതേപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൈകാര്യം ചെയ്യുന്നത് റിട്ടയർഡ് ബാങ്കിംഗ് പ്രൊഫഷണൽസ് ആണ്. ബാങ്കുകളിൽ നിന്ന് AGM, GM, VP എന്നീ പൊസിഷനിൽ നിന്നും റിട്ടയർ ചെയ്ത ആളുകളാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ടും അതേപോലെ തന്നെ വളരെ സ്ട്രാറ്റജിക് ആയിട്ടുമാണ് നമ്മൾ ഈ ഒരു കമ്പനിയെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് നമ്മൾ ക്രെഡിബിലിറ്റിയെ പറ്റി പറയാവുന്ന മറ്റൊരു കാര്യം. കഴിഞ്ഞ 5 വർഷക്കാലമായി തുടർച്ചയായി ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൂടിയാണ് നമ്മളുടേത്. അങ്ങനെ തുടർച്ചയായി ലാഭമുണ്ടാക്കുക മാത്രമല്ല, ലാഭവിഹിതം എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി കൂടിയാണ് നമ്മളുടേത്. മറ്റൊരു വിശ്വാസ്യത എന്ന് പറയുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് അനുശാസിക്കുന്ന ക്യാഷ് റിസർവ് റേഷ്യോ ഒരു സൊസൈറ്റി എന്ന നിലയ്ക്ക് നമുക്ക് ബാധകമല്ലെങ്കിൽ പോലും നമ്മൾ സ്വമേധയെടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി നമ്മൾ ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഏകദേശം 90 കോടിയോളം രൂപ ക്യാഷ് റിസർവ് ഉള്ള ഒരു മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മളുടേത്. എപ്പോൾ വേണമെങ്കിലും ഒരു എമർജൻസി, ഒരു എക്സിജൻസി വരികയാണെങ്കിൽ ആ ഒരു ക്യാഷ് റിസർവ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആ ക്യാഷ് റിസർവ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് NPA പെർസെന്റേജ് ആണ്, നോൺ പെർഫോമിംഗ് അസറ്റ്. ഏതൊരു ധനകാര്യ സ്ഥാപനത്തിന്റെയും ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു പാരാമീറ്ററാണ് NPA, നോൺ പെർഫോമിംഗ് അസറ്റ് അഥവാ കിട്ടാക്കടം. നമ്മുടെ NPA പെർസെന്റേജ് എന്ന് പറയുന്നത് 1% താഴെ മാത്രമാണ്. ഇത്രയും ശക്തമായ രീതിയിൽ NPA മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന മറ്റൊരു ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ മറ്റൊരു സൊസൈറ്റി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. അത് നമ്മുടെ ഫൈനാൻഷ്യൽ ഡിസിപ്ലിന്റെ ഭാഗമായി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ ഭാഗമായി നമ്മൾ തുടർന്നു പോരുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ NPA 1% താഴെ മാത്രം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് കോർ ബാങ്കിംഗ് ടെക്നോളജിയാണ്. മറ്റൊരു സൊസൈറ്റിക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു കോർ ബാങ്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മളുടെ കസ്റ്റമേഴ്സിന്, നമ്മളുടെ ഡെപ്പോസിറ്റേഴ്സിന് എല്ലാ മാസത്തെയും 1ാമത്തെ വർക്കിംഗ് ഡേ അവർക്ക് ഇൻട്രസ്റ്റ് അവർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടാനും, എപ്പോൾ വേണമെങ്കിലും ഏത് ബ്രാഞ്ചിൽ നിന്ന് വേണമെങ്കിലും അവർക്ക് ഫണ്ട് വിഡ്രോ ചെയ്യാനും, അതേപോലെ തന്നെ അവർ മെച്യൂരിറ്റി ബെനിഫിറ്റ് കറക്റ്റ് ടൈമിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള കോർ ബാങ്കിംഗ് സിസ്റ്റം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്രെഡിബിലിറ്റിയെ പറ്റി പറയാനുണ്ട്. ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങളുടെ സീനിയേഴ്സുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ LND ടീമുമായിട്ട് ബന്ധപ്പെടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു വെരി മച്ച്.